ലാൽ സലാം സഖാക്കളെ, ഞാൻ സദാശിവൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ. പാർട്ടിയുടെ ഒരു നിർദ്ദേശമുണ്ട്, രഹസ്യ നിർദ്ദേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളായ നിങ്ങളുടെ പ്രധാന കടമ പഠിക്കുക എന്നതാണ്. സമൂഹത്തിനും പാർട്ടിക്കും നിങ്ങളെ ആവശ്യമുണ്ട്. മുരളി പരിപൂർണമായും ഒരു നക്സലൈറ്റ് ആയിരിക്കുന്നു. അതിലേക്ക് നിങ്ങളാരും പോകരുത്. RECയിൽ മുരളിയല്ലാതെ മറ്റൊരു നക്സൽ ഉണ്ടാവരുത്. മുരളി ഒറ്റപ്പെടുത്തുക. സഹാവെ, ഞങ്ങളാരും മുരളിയുടെ പുറകെ പോവില്ല. പക്ഷെ മുരളിയെ നക്സലേറ്റ് എന്ന് വിളിക്കരുത്. നക്സലേറ്റ് എന്നത് ബൂർഷ്വാസികൾ സായുധ വിപ്ലവകാരികളെ തരം താഴ്ത്താൻ ഉപയോഗിക്കുന്ന പേരാ. പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും മുരളി പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട്. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. അതനുസരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കടമ. പിന്നെ മറ്റൊരു SFI യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം. രാജശേഖരൻ അതിന് മുൻകൈ എടുക്കണം. സാധ്യമല്ല. മുരളിക്ക് REC വിദ്യാർത്ഥികളിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. മിസ് ബോയ്സും ഡോബികളും മാത്രമേ മുരളിയോട് ചേർന്നുള്ളൂ. പാർട്ടിയുടെ നയം മനസ്സിലാക്കിയ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം മുരളിയിൽ നിന്നകന്നു. പിന്നെ കുറേ നാൾ മുരളിയെ കണ്ടില്ല. നക്സൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുവാൻ മുരളി മുന്നിട്ടിറങ്ങി. അതിൻ്റെ പല ഓപ്പറേഷനുകളെക്കുറിച്ചും ഊഹാഭോഗങ്ങൾ പ്രചരിച്ചു. സായുധ വിപ്ലവം മലനിരകളിൽ നിന്ന് ആരംഭിച്ച് സമതലങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്നാണ്. അതിനാൽ വിപ്ലവകാരികൾ മലനിരകളിലേക്കും കാട്ടിലേക്കും മാറണം. മുരളിയും ആ വഴിക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും അത് കേട്ടാൽ ചിരി വരും. പക്ഷേ ഭൂമിശാസ്ത്രമാണ് ചരിത്രത്തെ നിർണ്ണയിക്കുന്നത്. ബൊളീവിയയിലെ വിപ്ലവകാരികൾ മലയും കാടും കയറിയതുപോലെ ഇവിടെയും നക്സലൈറ്റുകൾ കാട് കയറി. അവിടെ ആക്രമിച്ചതുപോലെ ഇവിടെയും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തി. അടിയന്തരാവസ്ഥയെയും നക്സലിസത്തെയും ഒന്നാകെ മാറ്റിമറിച്ച സംഭവം ഉണ്ടായത് ഈ അവസരത്തിലാണ്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം. കായണ്ണ പോലീസ് സ്റ്റേഷൻ നക്സലൈറ്റുകൾ ആക്രമിച്ചു. രാജ, മുരളിയും കൂട്ടും കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. മുരളി നക്സലേറ്റ് ആണോ? അതെ. ഈ പാവം പോലീസുകാരെ ആക്രമിച്ചിട്ട് ഇവനക്ക് എന്ത് നേടാനാ? കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ നക്സലൈറ്റുകളാണെന്ന് വാർത്ത കേട്ട് RECയിലെ എല്ലാവരും ഭയന്നു. മുരളിയെ അന്വേഷിച്ച് ഡോബി കോളനി എത്തിയ നരിക്കോട് നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊടിയ പീഡനങ്ങൾ നടത്തി. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയിട്ട് അന്ന് രാത്രി വളരെ വൈകിയാണ് രാജൻ ഹോസ്റ്റലിലെത്തിയത്. അന്ന് രാത്രി അവൻ എൻ്റെ മുറിയിൽ വന്നിരുന്നു. നേരെ എത്രയായി? ഇത്രയും നേരമായിട്ട് നീ ഉറങ്ങിയില്ലടാ. യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട് രാജൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ വരുവടേ, നീ പോയി തൂങ്ങടേ. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഉറക്കമല്ലേ? നീ പാതിരാത്രി വരെ എവിടെ പോയി കിടക്കുമായിരുന്നു? യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് പ്രൈസ് വാങ്ങാൻ നിന്നതാ.
മന്ത്രിയുടെ MLA-മാരുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സമയം വൈകി. നീ എന്താ വല്ലാതിരിക്കുന്നത്? ആകെ ടെൻസ്ഡാണല്ലോ. ഡോബി കോളനിയിൽ പോലീസ് റെയ്ഡ് നടത്തി. കൃഷ്ണ, അവൾ എവിടെയാണാവോ? നേരം വിളിക്കട്ടെ, അവളെ ചെന്ന് കാണണം. നീ ഇവിടെ പോകരുത്. മുരളി അന്വേഷിച്ച് പോലീസ് പാഞ്ഞു കിടക്കുക. ആ, ഞാൻ പോയാൽ എന്താ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രേ ഉള്ളൂ. നീ പാതിരാക്കി ഗിറ്റാർ വായിച്ചിരിക്കാൻ പോണോ? കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ, നീ ആ ലൈറ്റ് ഓഫ് ആക്ക്. ഞാൻ ബാത്റൂമിൽ പോവാ. ലൈറ്റ് ഞാൻ ഓഫ് ആയിക്കോളാം.